നോക്കൂ എങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ? തേന ഈശ്വരനാൽ, തെക്തേന പ്രദത്തമായത്, ഈശ്വരനാൽ പ്രദത്തമായത്, ഭുഞ്ചിത ഭോഗിക്കുക. തെക്തേന ഭുഞ്ചിതാഹ, ഈ രണ്ട് വാക്കുകൾ കൊണ്ട് വേദം എന്ത് ചെയ്തു എന്നറിയാമോ? ഈ രണ്ട് വാക്കുകളിൽ ഒരു വലിയ സമുദ്രത്തെ ഒരു കുടത്തിൽ നിറച്ചു വെച്ചതുപോലെ വെച്ചിട്ടുണ്ട്. ഈശ്വര പ്രദത്തമായ വേദവാക്യങ്ങളിൽ ഓരോ അക്ഷരത്തിനും ഓരോ ശബ്ദത്തിനും വളരെ വിപുലമായ അർത്ഥമാണുള്ളത്. തെക്തേന ഭുഞ്ചീതാഹ എന്നീ രണ്ട് വാക്കുകൾ വല്ലാത്ത അർത്ഥത്തെയാണ് നമുക്ക് തരുന്നത്. നിങ്ങൾ ഭുജിക്കരുതെന്ന് ഒരിക്കലും പറയുന്നില്ല. ഭഗവാൻ ത്യജിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഭോഗിച്ചോളാനാ പറഞ്ഞിരിക്കും. നമുക്കതെല്ലാം തന്നിരിക്കുന്നു. നമ്മൾ ഈ വാക്കുകളെയൊക്കെ ഉണ്ടല്ലോ, ഒരു വാക്ക് കേട്ടാൽ, ഞാൻ കുറേ ആളുകളോട്, എനിക്ക് എൻ്റെ ശിഷ്യന്മാരിൽ തന്നെ കുറേ ആളുകൾ ഈ പുസ്തക വായന നടത്തുന്ന ആളുകളുണ്ട്. നല്ലതാണ് പുസ്തകം വായിക്കുന്നത്. പക്ഷേ വായന ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വാക്കിനെ മനനം ചെയ്യുക എന്നതാണ്. വേദത്തിലെ ഓരോ ശബ്ദങ്ങളെക്കുറിച്ചും ധാരാളമായി മനനം ചെയ്യണം. നമ്മളൊരു ദിവസം ഒരു 1.5 മണിക്കൂറെങ്കിലും മനനം ചെയ്യാൻ നീക്കി വെക്കുമ്പോഴാണ് വേദത്തിൻ്റെ ആന്തരിക അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാക്കുകളെ മനനം ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായി ബോധിച്ചു വരും. ത്യാഗപൂർവം ഭോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇവിടെ രാവിലെ തന്നെ നമ്മൾ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ ദേവതകൾക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബലിവൈശ്വ ദേവയജ്ഞം എന്നൊരു യജ്ഞമുണ്ട്. അവിടെയും നമ്മൾ രാവിലെ ഇതൊക്കെ ചെയ്യും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്നതാണ് വിധി. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പം അവർക്കൊക്കെ കൊടുത്തതിൻ്റെ ബാക്കിയുള്ളത് അമൃതാണ്. ദേവതകൾക്ക് കൊടുക്കുന്നു. ദേവതകൾ ജഡദേവതകളും ചേതനദേവതകളും ഉണ്ട്. ചേതനദേവതകൾക്ക് കൊടുക്കുന്നു, അതിഥിക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെയുള്ള പക്ഷി മൃഗാദികൾക്കും ഒക്കെ കൊടുക്കുന്നു. അതേപോലെ പതിതർക്കും മറ്റുമായിട്ടുള്ള ജീവജാലങ്ങൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ചില ക്രമങ്ങൾ നമ്മളതിലുണ്ട്. അതിനാണ് ബലി വൈശ്വദേവ യജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ കാശ്യപാശ്രമത്തിൽ പഠിച്ച ആളുകൾക്കൊക്കെ ഇത് ചെയ്ത് ശീലം ഉണ്ടാവും, അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇത് ത്യാഗം ചെയ്തുകൊണ്ട് ഭുജിക്കുക എന്നതിനെ എങ്ങനെ വേണമെന്ന് കാണിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായ ഒരു ആചാരമാണ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.